കായംകുളം KSRTC ബസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിനായി 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി യു പ്രതിഭ MLA അറിയിച്ചു. 19,584 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 നിലകളായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആരംഭിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയതായി MLA അറിയിച്ചു. കായംകുളം KSRTC ബസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിനായി 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ MLA പറഞ്ഞു. 19,584 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 നിലകളിലായാണ് ആധുനിക കെട്ടിടം നിർമ്മിക്കുന്നത്. ഒന്നാം നിലയിൽ സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസ്, അന്വേഷണ കൗണ്ടർ, റിസർവേഷൻ കൗണ്ടർ, സെക്യൂരിറ്റി ജീവനക്കാർക്കുള്ള മുറികൾ, സ്ത്രീകൾക്കായുള്ള വെയിറ്റിംഗ് ഏരിയ, മെഡിക്കൽ റൂം, സ്ത്രീകൾ, പുരുഷന്മാർ, അംഗപരിമിതർ എന്നിവർക്കായി പ്രത്യേകം ശുചിമുറികൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശീതീകരിച്ച ഫാമിലി വെയിറ്റിംഗ് മുറി, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള താമസ സൗകര്യങ്ങൾ, ശുചിമുറികൾ, ട്രാൻസ്പോർട്ട് ഓഫീസർ, ഡിപ്പോ എഞ്ചിനീയർ എന്നിവരുടെ ഓഫീസ്, KSRTC ഓഫീസുകൾ, ടിക്കറ്റ് വെയിറ്റിംഗ് ഏരിയ ഉൾപ്പെടെ ടിക്കറ്റ് ക്യാഷ് കൗണ്ടറുകൾ, കോഫി ബാർ എന്നിവയാണ് ഒന്നാം നിലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ലിഫ്റ്റ് സൗകര്യവും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും പദ്ധതിയിലുണ്ട്. അഡ്വക്കേറ്റ് യു പ്രതിഭ MLAയുടെ അഭ്യർത്ഥന പ്രകാരം 2023-2024 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആരംഭിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയതായും MLA അറിയിച്ചു. CDNet ന്യൂസ്, കായംകുളം.